ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ചെയ്യുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഈസ്റ്റ് ബംഗാളുമായിട്ട് അവസാനിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഹോം വിജയവും ഒക്കെ ആണ് എടുത്തു പറയണം. അപ്പം നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൊടുക്കുക. ഇതുപോലുള്ള ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ അപ്ഡേറ്റിൽ കിടക്കാം. കഴിഞ്ഞ മത്സരം ഈസ്റ്റ് ബംഗാളായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഹോം മത്സരം തന്നെയായിരുന്നു. രണ്ടാമത്തെ ഹോം മത്സരമായിരുന്നു. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയം കൈവരിക്കാൻ സാധിച്ചു. അതിലുപരി അതൊരു കംബാക്ക് വിജയം. ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ആ വിജയത്തിലൂടെ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു. ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരികയും ചെയ്തു. മുൻ സീസണായ 2021-22 സീസണുമായി നമ്മൾ മുമ്പ് കമ്പയർ ചെയ്തിരുന്നു. ആ കമ്പയർ ചെയ്തതുമായി സാമ്യതയുണ്ട് എന്ന് തന്നെ തെളിയിക്കുകയാണ്. കാരണം 2021 തോറ്റു തുടങ്ങി ഫൈനലിൽ എത്തി. ആ സീസണിൽ നമ്മൾ രണ്ടാമത് കളിച്ച മത്സരം എനിക്ക് തോന്നുന്നു ഒഡീഷയായിട്ടാണ് തോന്നുന്നു. അതിൽ നമ്മൾ ജയിച്ചത് എത്ര സ്കോറെന്ന് വെച്ചാൽ 2-1 എന്നാണ്. അത് രണ്ടാമത്തെ മത്സരമാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ശരിയാണെങ്കിൽ ഇതേ സ്കോർ തന്നെയായിരുന്നു. അതായത് രണ്ടാം മത്സരത്തിൽ 2-1 എന്ന സ്കോറിനാണ് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ മത്സരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫൈനലിൽ എത്തുന്നല്ല എന്ന് വിശ്വസിക്കാം. ജസ്റ്റ് ഫോർ എ ഹോപ്പ്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഗോളി സച്ചിൻ സുരേഷ് എക്സലൻറ്റ് പെർഫോമൻസ്, ഒന്നും പറയാനില്ല. നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതെടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അത് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. പല ഗോളുകളും അദ്ദേഹത്തിൻ്റെ ഒറ്റ മിടുക്കുകൊണ്ട് മാത്രം ഗോളാവാതെ പോയ നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പല ഗോളുകളും 1v1 സിറ്റുവേഷനിലൊക്കെ അദ്ദേഹം കയറി ചെല്ലുകയും ആ ബോളിനെ തടുത്തിടുകയും എടുത്തുനിന്നുള്ള ഷോട്ട് പോലും സേവ് ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെയധികം നല്ലൊരു നിമിഷമായിരുന്നു. അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ. അടുത്തത് വരുന്നത് ഡിഫൻസിലേക്ക്. ആരാധകർ ആരെയാണോ തള്ളിപ്പറഞ്ഞത് അതിനൊക്കെ ഒരു ചുട്ട മറുപടി തന്നെ പറയണം. പ്രീതം കോട്ടാൽ, മോഹൻ ബഗാനിന്ന് സാഹൽ അബ്ദുൽ സമദിനെ കൊടുത്തിട്ട് ബ്ലാസ്റ്റേഴ്സ് വാങ്ങിയൊരു പ്ലെയറായിരുന്നു പ്രീതം കോട്ടാൽ. കഴിഞ്ഞ സീസണിൽ തിളങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ സീസണിൽ അതിമനോഹരമായൊരു പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. എടുത്തു പറയണം ഡിഫൻസിൽ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക്. ഒറ്റയാൾ പോരാട്ടം തന്നെ പറയണം. ഡിഫൻസിൽ എല്ലാവരും നല്ലോണം കളിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ മിടുക്ക് തന്നെയാണ്. ഡിഫൻസിൽ മാത്രമല്ല, അദ്ദേഹം ഡിഫൻസിലും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ബോളുകൾ മുമ്പിലേക്ക് ഫോർവേഡിലേക്ക് ഇട്ടുകൊടുക്കുന്ന കാഴ്ചകൾ, എതിർ പോസ്റ്റിലേക്ക് ഇട്ടുകൊടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡിഫൻസിലും ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ നല്ല രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. പിന്നെ ഇത് മിഡ്ഫീൽഡിൽ ബിപിൻ മോഹൻ ഫസ്റ്റ് ഹാഫിൽ ഇറങ്ങിയിരുന്നു. ചെറിയ പരിക്ക് കൊണ്ട് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടേണ്ടി വന്നു. ഐമൻ ഒസറൊക്കെ പിന്നീട് വരികയും ചെയ്തിരുന്നു. ബിപിൻ മോഹൻ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. നോഹാ സദോയും നല്ല രീതിയിൽ കളിച്ചു. ജീസസ് നമ്മുടെ ജീസസ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ദിമിത്രിയോസിന് പകരക്കാരായി വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിലൊരു കിണ്ണം കാച്ചി ഷോട്ട് തന്നെ പറയണം. ഒരു നാടൻ ശൈലിയിൽ അങ്ങനെ തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ആ ഷോട്ട് മികച്ച ഷോട്ടായിരുന്നു. അത് ക്രോസ് ബാറിനടിച്ചു പോയി ഫസ്റ്റ് ഹാഫിൽ. അതൊരു നല്ലൊരു ട്രൈ തന്നെയായിരുന്നു തന്നെ പറയണം. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം അവർ ലീഡെടുത്തു ബ്ലാസ്റ്റേഴ്സിൻ്റെ ചെറിയൊരു പിഴവിലൂടെ. ആ ചെറിയൊരു പിഴവായിരുന്നു. അത് മുൻ ബ്ലാസ്റ്റേഴ്സ് താരം ദിമിത്രിയോസ് ഡമൻറ്റക്കോസിൻ്റെ അസിസ്റ്റിലൂടെ മലയാളി കാസർഗോഡുകാരനായിട്ടുള്ള PV വിഷ്ണു ആയിരുന്നു അത് സ്കോർ ചെയ്തത്. അദ്ദേഹം നല്ല രീതിയിൽ അത് സ്കോർ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് 1-0 ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ നിരാശയിൽ ആണ്ട ഒരു നിമിഷമായിരുന്നു. നോഹ സദോയ് 4 മിനിറ്റ്, അതിൽ കൂടുതൽ അത് കവിഞ്ഞില്ല. സന്തോഷം നിറയ്ക്കേണ്ടി വന്നില്ല, അല്ലെങ്കിൽ സങ്കടപ്പെടേണ്ടി വന്നില്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്. 4 മിനിറ്റ് അതിനുള്ളിൽ തന്നെ ചുട്ട മറുപടി. നോഹ സദോയ് അദ്ദേഹത്തിൻ്റെ ആദ്യ ISL ഗോൾ എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിലെ ആദ്യ ഗോൾ അദ്ദേഹം ISL കുറിക്കുകയായിരുന്നു. ആ നിമിഷം 4 മിനിറ്റിനുള്ളിൽ ചുട്ട മറുപടിയുമായി അദ്ദേഹം വരുന്നു. അദ്ദേഹം പറയുന്നു, ഞാനിവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ അത് വ്യക്തമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിവിടെയുണ്ട്, നിങ്ങളുടെ ശബ്ദം എവിടെ പോയി എന്ന് ഈസ്റ്റ് ബംഗാൾ ആരാധകരോട് ചോദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പിന്നീട് മത്സരം അവസാനിക്കാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 87-ാം മിനിറ്റിൽ അങ്ങനെ എന്തോ ആയിരുന്നു കോമി പെപ്ര. ആ കോമി പെപ്രയുടെ ഗോളിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, രാഹുൽ KPയും താരങ്ങളും ആ ബോള് റിസീവ് ചെയ്തത് കാഴ്ച മനോഹരം തന്നെയായിരുന്നു. ആ ബോൾ എടുത്ത് കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഷോട്ട് അടിക്കാനായത്. ആ ബോൾ എടുത്ത് കൊടുത്തവർക്ക് നല്ലൊരു കളി തന്നെയാണ് കാഴ്ചവെച്ചത്. 3-4 പേരുണ്ടായിരുന്നു അവിടെ. നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത് രാഹുൽ KP ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സുകൾ. പിന്നെ പെപ്ര നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യുമായിരുന്നു. ഒരു പോരായ്മ ഉണ്ടായിരുന്നില്ല. ഗോളിക്ക് പോലും അത് സേവ് ചെയ്യേണ്ടി വന്നില്ല. അദ്ദേഹം നോക്കി നിൽക്കുകയാണ് ചെയ്തത് പ്രഭ്ശുഭൻ ഗില്ല്. നോഹ സദോയുടെയും പെപ്രയുടെയും ഗോള് ഒരു നടഗോള് തന്നെയായിരുന്നു.
അതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. നോഹ സദോയ് ഗോളിയുടെ നടയിട്ടുകൊണ്ടായിരുന്നു ആ ഗോൾ നേടിയത്. പെപ്ര ഡിഫൻഡറെ നടയിട്ടുകൊണ്ടായിരുന്നു ആ ഗോൾ നേടുകയും ചെയ്തത്. നല്ലൊരു ഗോൾ തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആ മത്സരം വിജയിക്കുകയായിരുന്നു. ഒരു കംബാക്ക് വിജയം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടാണ്. ഇതിനേക്കാൾ നല്ലൊരു പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം പറയാനുള്ളത് അഡ്രിയാൻ ലൂണ എവിടെ പോയി എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അഡ്രിയാൻ ലൂണയ്ക്ക് ഇൻഫെക്ഷനാണ്, പനി മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചില്ല. ഗാലറിയിൽ നിന്ന് കളി കാണുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു, പലപ്പോഴുമായി TV-യിൽ കണ്ടിരുന്നു. അദ്ദേഹം അടുത്ത മത്സരത്തിലും ഇറങ്ങില്ല എന്നാണ് കോച്ച് പറഞ്ഞതായി അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലുള്ള FA മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ക്യാപ്റ്റൻ ബാൻഡ് അണിഞ്ഞുകൊണ്ട് ലൂണ കളിക്കുന്നതായിരിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കോച്ചിന് മിക്കായേൽ സ്റ്റാറെ ഇവാൻ കോച്ചിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ്. അദ്ദേഹം ഒരു വിസിൽ മാനാണ്. അത് നമ്മൾ ഷാജി ദാമോദരൻ്റെ കമൻട്രിയിലൂടെ കേട്ടിട്ടുണ്ടാവും, അധികം കേട്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണ്, അദ്ദേഹം ഒരു വിസിൽ മാനാണ്. എല്ലാ സമയവും വിസിൽ ചെയ്തുകൊണ്ട് അതാത് പ്ലേയേഴ്സിനെ ഇൻഫർമേഷൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം ഇവാൻ്റെ സ്ട്രാറ്റജിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഉള്ളൊരു കോച്ചാണ് മിക്കായേൽ സ്റ്റാറെ എന്ന് പറയുന്നത്. അത് അദ്ദേഹം വന്നപ്പോഴേ പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു. ആ മത്സരം വിജയിച്ചു. ഇനി അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റുമായിട്ടാണ്. അവർ ശക്തരാണ്, ഡ്യൂറൻഡ് കപ്പ് ചാമ്പ്യന്മാരാണ്. ഇപ്പോഴും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇന്നലെ ഒരു തോൽവി ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഒരു തോൽവിയാണോ എന്ന് ചോദിക്കും ബാക്കി അവശേഷിക്കുകയാണ്. മോഹൻ ബഗാൻ്റെ രണ്ടാമത്തെ ഗോളും അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ടിയിരുന്ന നോർത്ത് ഈസ്റ്റിന് കിട്ടേണ്ടിയിരുന്ന ഒരു പെനാൽറ്റി നഷ്ടമായതും അതുകൊണ്ടൊക്കെ തന്നെ അതൊരു വിജയമാണോ മോഹൻ ബഗാന് ശരിക്കും എന്ന് ചോദ്യചിഹ്നമായി ബാക്കി അവശേഷിക്കുകയാണ്. ഏതായാലും അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി അവരുടെ തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സ് പോയി കളിക്കേണ്ടതുണ്ട്. അത് ആവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റു വീഡിയോ കണ്ടുകൂട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.